ബറോഫ് ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിനൊന്ന് ബറോഫ് തിയേറ്ററിൽ എത്തുന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ അഭിനയത്തിലൂടെ പല മാജിക്കുകളും നമുക്ക് കാട്ടിത്തന്നു. സംവിധാനത്തിൽ അദ്ദേഹം എന്താണ് മാജിക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഉള്ള ആകാംക്ഷയിൽ തന്നെയാണ്. അതിൻ്റെ പ്രീഫെയിൽ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 50 ലക്ഷം രൂപയോളം ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം 6 മണിക്കൂറേ ആയുള്ളൂ. ഇന്നലെ രാവിലെയായിരുന്നു ഇതിൻ്റെ പ്രീഫെയിൽ ബുക്കിംഗ് തുടങ്ങിയത്. അങ്ങനെ 6 മണിക്കൂർ കൊണ്ട് 50 ലക്ഷം എന്ന് പറയുന്നത് നിസ്സാര തുകയല്ല. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു റിലീഫിന് മുമ്പായിട്ട് 2 കോടിക്ക് മുകളിൽ ഇതിൻ്റെ പ്രീഫെയിൽ കളക്ഷൻ പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയെങ്കിൽ ആദ്യ ദിനം ഏകദേശം 5 കോടിക്കടുത്തെങ്കിലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ടിത് നേടുമെന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ ലാലേട്ടൻ ഇത്രയും നാളത്തെ അനുഭവ സമ്പത്ത് കൂട്ടിവെച്ച് ഒരു പടം സംവിധാനം ചെയ്യുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ ഇങ്ങനെ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നുവെന്ന്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. അത് ബറോഫായി പോകുന്നു. എല്ലാം ഒരു നിമിത്തമായി മാറുന്നു. ഇതിനിടയിൽ ബറോഫിന് അനുകൂലമായ ഒത്തിരി ഘടകങ്ങളുണ്ട് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ. കാരണം 2 ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിലും 2 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളൊന്നും മാർക്കോ എന്ന് പറയുന്നത് വൻ കളക്ഷൻ നേടുന്നുണ്ടെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് അവധി ദിനങ്ങൾ ആഘോഷിക്കുന്ന കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയൊരു ചിത്രമല്ല എന്ന് തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികളും കൊണ്ട് പോവുക ഇച്ചിരി പ്രശ്നമാണ്. അതുമല്ല 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ആ ചിത്രം കാണാനുള്ള അവസരമുള്ളൂ. ഈ അവധി ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എന്ന് പറയുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടി ഒരു ചിത്രം ലാലേട്ടൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു മാർക്കോയെ പോലുള്ള ചിത്രം തിയേറ്ററിൽ വിജയിക്കുന്നത് ഒരു തരത്തിലും ബറോഫിനെ ബാധിക്കത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഇത് വേറെ ലെവൽ ചിത്രമാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രം. അപ്പം കുട്ടികൾ പോകുമ്പോൾ ഫാമിലിക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ബറോഫ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ ചിത്രം കുഴപ്പമില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കളക്ഷനുകൾ തകർത്തെറിയും ഉറപ്പ്.